ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് എൻ്റെ ഫ്രണ്ട്സിനെ കാണാനായിട്ട് മൂവാറ്റുപുഴയ്ക്ക് പോകുക കേട്ടോ. പോകുന്നതിന് മുന്നേ കുറച്ച് റെഡി ആയിട്ടൊക്കെ നിന്നപ്പോൾ കുറച്ച് ഷോയൊക്കെ കാണിക്കണതാണ് ഈ മിററിൻ്റെ മുന്നിൽ നിന്ന്. അപ്പോൾ ഇന്ന് അവർക്ക് 1 മണി വരെയാണ് ക്ലാസ്. ഞാനപ്പോൾ ഒരു 12:45 ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റ് 1 മണിയാകുമ്പോഴത്തേനും നമുക്കവിടെ ചെല്ലാം. അവരും പോസ്റ്റ് ആവില്ല, നമ്മളും പോസ്റ്റ് ആവില്ല കേട്ടോ. പിന്നെ ഞാനിന്ന് തനിച്ചാട്ടോ പോകുന്നത്, അമ്മയെ ആദ്യം കൂട്ടണമൊന്നുമില്ല. അപ്പോൾ ഞാൻ പോയിട്ട് വരുമ്പോൾ കാണാം. അമ്മേ, എന്തോ ഞാൻ അവിടെ പോവാ. മൂവാറ്റുപുഴ എന്തിന്? ഫ്രണ്ട്സിനെ കാണാനായിട്ട്. അമ്മ ഇല്ല കേട്ടോ, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ഒന്ന് കാണാൻ പോവാണേ. അപ്പോൾ അവർ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടിട്ട് വരാം. ഓക്കേ. ശരി, എന്നാൽ പോയിട്ട് വരാം കേട്ടോ. ഞാൻ കറക്റ്റ് ടൈമിൽ തന്നെ ചെന്നായിരുന്നു കേട്ടോ. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഗ്രാൻഡ് സെൻട്രൽ മാളാണ് നമ്മുടെ അടുത്തുള്ളത്. ഇപ്പോഴത്തെ ചൂടിനും എല്ലാം കൊണ്ടും നമുക്ക് മാളിൽ പോവുകയായിരിക്കും നല്ലത്. അതുകൊണ്ട് ഞങ്ങൾ മാളിലോട്ട് പോയി. പിന്നെ അലീന പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ മാളിൽ. അപ്പോൾ നമ്മൾ ട്രെൻഡ്സിലും മാക്സിലൊക്കെ കയറി ഡ്രസ്സെല്ലാം നോക്കി. സത്യം പറഞ്ഞാൽ നമ്മളൊന്നും മേടിച്ചൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തു, ജസ്റ്റ് ഒന്ന് കറങ്ങി. നമ്മൾ കണ്ടിട്ടിപ്പോൾ കുറേ നാളായിരുന്നു. അപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ സന്തോഷമായി. അതിൻ്റെ നമ്മുടെ സന്തോഷങ്ങളായിട്ട് ഈ ഫോട്ടോയൊക്കെ ആയിട്ട് നമ്മൾ എടുത്തത്. പിന്നെ അലീന കുറേ ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്തു. നമുക്ക് അവിടെ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു. നമ്മൾ ആ ടൈമിൽ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ എസ്കലേറ്ററിൽ കയറി മേളിലോട്ട് പോയി, താഴോട്ട് വന്നു. അങ്ങനെ കുറച്ച് ടൈം അവിടെ കളഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് വിശക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പിന്നെ നേരെ പുറത്തിറങ്ങി. എവിടെ നിന്ന് ഫുഡ് കഴിക്കുന്ന ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഹോട്ടലിൽ പോയിട്ടുണ്ട്. തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞ് ഹോട്ടലാണ്. നാടൻ ഫുഡാണ് അവിടെ കൂടുതലായിട്ടും. അപ്പോൾ അവിടെ പോകാമെന്ന് ഓർത്ത് വന്നപ്പോഴത്തേനും നമ്മൾ വേറൊരു പുതിയ റെസ്റ്റോറൻറ്റ് കണ്ടിട്ടോ. ചെറിയൊരു കുഞ്ഞു ഹോട്ടലാണ്. അപ്പോൾ നമ്മൾ അവിടെ കയറിയപ്പോഴാണ് അറിയണത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. മൺഡേ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ സാറ്റർഡേ ആയിട്ടോ പോയത്. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ 3 വെറൈറ്റി ഫുഡായിട്ടോ പറഞ്ഞത്. 3ഉം ട്രൈ ചെയ്യാമല്ലോ എന്ന് ഓർത്തു. ഒരു നാടൻ ഊണും പിന്നെ ഒരു തേങ്ങാച്ചോറ്, പിന്നെ ഒരു ചിക്കൻ ബിരിയാണി, അതായിട്ടാ പറഞ്ഞത്. ഇതിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇത് തേങ്ങാച്ചോറാണ് കേട്ടോ. തേങ്ങാച്ചോറും ബീഫുമാണ്. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ 3 പേര് ഫസ്റ്റ് ടൈം ആയിരുന്നു കേട്ടോ ഈ തേങ്ങാച്ചോറും ബീഫും കഴിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ടേസ്റ്റ് അവിടുത്തെ കൊള്ളാത്തയാണോ എന്താണെന്നറിയില്ല. നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ചിക്കൻ ബിരിയാണി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ അലീനയ്ക്കും ജിറ്റീനയ്ക്ക് ഊണാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എനിക്ക് ചിക്കൻ ബിരിയാണിയാണ് ഇഷ്ടപ്പെട്ടത്. ഊണും നല്ലതായിരുന്നു. പിന്നെ ഊണിന് നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു കൊഴുവ ഫ്രൈ മേടിച്ചായിരുന്നു കേട്ടോ. നമ്മൾ 3 പേരും 3 ഫുഡും കഴിച്ച് അങ്ങനെ ഞങ്ങളെല്ലാം ഫിനിഷ് ചെയ്ത് കേട്ടോ. നമ്മളിപ്പോൾ മേടിച്ച് ഈ പാത്രം എല്ലാം ഞങ്ങൾ കംപ്ലീറ്റും കഴിച്ചിട്ടാട്ടോ പോകുന്നത്. അങ്ങനെ ഫുഡ് നമുക്ക് ഓക്കെയാണ്, കുറ്റമൊന്നും പറയാനില്ല. ഊണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൾമാർ 2 പേർക്കും ഊണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് കറി ഉണ്ടായിരുന്നു കേട്ടോ, മധുരക്കറി. അതെനിക്ക് പ്രിയപ്പെട്ടതാട്ടോ, ഏറ്റവും ഭയങ്കര പ്രിയപ്പെട്ടതാട്ടോ. നമ്മൾ കല്യാണത്തിനൊക്കെ പോവില്ലേ, അപ്പോൾ സദ്യ കഴിക്കുമ്പോഴാണ് ഇതാണ് കേട്ടോ മധുരക്കറി. എൻ്റെ ഫേവറേറ്റാണ് ഇത്. നമുക്ക് പിന്നെ അവിടെ വിളമ്പാനായിട്ട് ആ കടയിലെ ഓണർ ഇത്തയൊക്കെ നല്ല സ്നേഹം ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് ചോദിക്കണേ എല്ലാം തരുന്നുണ്ടായിരുന്നേ. അപ്പോൾ അവരുടെ നല്ലൊരു സന്തോഷത്തോടെയുള്ള വിളമ്പിത്തരലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ഒത്തിരി ഇഷ്ടമായി. ജിറ്റീനെ നമ്മൾ ആദ്യം ട്രൈ ചെയ്യുവാണേ ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ അവൾ കഴിക്കണം, നമുക്ക് നോക്കാം കേട്ടോ. അവൾക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിയുമ്പോൾ ഞാനും അലീനയും ട്രൈ ചെയ്തു. ഞങ്ങൾക്കും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ ഊണും ബിരിയാണിയൊക്കെ ട്രൈ ചെയ്തത്. കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും നെക്സ്റ്റ് എവിടെ പോകും എന്നുള്ള ഇതായിരുന്നു കേട്ടോ. നമുക്കങ്ങനെ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ലായിരുന്നു. ജസ്റ്റ് കാണണം അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഓൺ ദ സ്പോട്ടിലെടുക്കുന്ന പ്ലാനിങ് ആയിരുന്നു കേട്ടോ. മാളിൽ പോകണം, ഫുഡ് കഴിക്കണം. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയത് നമ്മുടെ ഡാസിൽസിലാട്ടോ. ഇത് നമ്മൾ തേങ്ങാച്ചോറ് ട്രൈ ചെയ്ത് നോക്കണേ ഞാനും അലീന കേട്ടോ. അങ്ങനെ ട്രൈ ചെയ്തു, കുഴപ്പമൊന്നുമില്ല, ഓക്കെ എന്നാട്ടോ പറയണത്. ഞാനും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിയാണെന്നൊക്കെ പറഞ്ഞിട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചോറും ബിരിയാണിയൊക്കെ കഴിച്ചേട്ടോ. നമ്മുടെ കൊഴുവ ഫ്രൈ, ചിലയിടത്ത് നത്തോലി എന്നും പറയും. നമ്മുടെ കൊഴുവ ഫ്രൈ എത്തിയിട്ടോ. കൊഴുവ ഫ്രൈ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ഇതിനു മുന്നേ ഞങ്ങളൊരു കടയിൽ പോയിട്ടുണ്ടായിരുന്നു, ഒരു റെസ്റ്റോറൻറ്റിൽ പോയപ്പോഴത്തേനും അവിടുത്തെ കൊഴുവ ഫ്രൈ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ.
മോര് കറി സാമ്പാർ എല്ലാം നല്ലതായിരുന്നു. അതായത് നമ്മൾ ആഫ്റ്റർ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാട്ടോ. ബിരിയാണി ഫുൾ തീർത്തു, കൊഴുവ ഫ്രൈ, തേങ്ങാച്ചോറ്, ബീഫ് എല്ലാം നമ്മൾ തീർത്തിട്ടാണ്. നമ്മൾ അവിടെ ഒന്നും ബാക്കി വെച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അലീന കഴിച്ച് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അലീന ചോറ് കഴിക്കുന്നേ ഉള്ളൂ. ഞങ്ങളുടെ ഫുഡ് കഴി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റിംഗ് ആട്ടോ, അലീനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഡാസിൽസിലോട്ടാട്ടോ. ഇനി അവിടുത്തെ വിശേഷമൊക്കെ കാണാം. ഇതിൻ്റെ ലിക്വിഡ് ഉണ്ടോ എവിടെ? അത് ചെടി നന്നായിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കിയുള്ളൂ. കുറേ ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്തു. അവസാനം കൺഫ്യൂഷനായി പോയിട്ടോ ഏതാ എടുക്കണ്ടേന്ന്. പിന്നെ ഞാനൊരു ലിപ്സ്റ്റിക്ക് എടുത്തു, ജിത്തീനൊരു ലിപ്സ്റ്റിക്ക് എടുത്തു, പിന്നെ ഒരു നെയിൽ പോളിഷ് അങ്ങനെയൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇത് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനാണ്, ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ആട്ടോ, അറ്റ്ലസ് എന്ന് പറയണം. അപ്പോൾ അവിടെ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് കയറി നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയും കയറി ഡ്രസ്സെല്ലാം. ഇത് കുറേ ഷോളിൻ്റെ സെക്ഷനാണ് കേട്ടോ. നല്ലതുകൊണ്ട് അവിടെ ഇങ്ങനെ കുറച്ച് ഫാക്ടറി ഔട്ട്ലെറ്റ് ആട്ടോ. അപ്പോൾ റേറ്റ് കുറവുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ അവിടെ നിന്ന് 2 റെയിൻ കോട്ട് എടുത്തോട്ടോ. കാരണം നമ്മൾ അവിടെ കയറിയിട്ട് ഇറങ്ങിയപ്പോഴത്തേനും ഭയങ്കര മഴയായിരുന്നു കേട്ടോ. പിന്നെ അലീനയായിരുന്നു കേട്ടോ ഞങ്ങളുടെ മോഡൽ. എല്ലാ ഡ്രസ്സും വെച്ചിട്ട് അലീനയാണ് വെച്ച് നോക്കണത്. ഈ ഒരു യെല്ലോയുടെ കളർ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കളറാണല്ലേ. അപ്പോൾ അലീന ഡ്രസ്സെല്ലാം ട്രൈ ചെയ്യുമ്പോൾ ഞങ്ങൾ പറയണ്ടായിരുന്നു സൂപ്പറാന്ന്. അപ്പോൾ അലീന പറയുകയാണ് അലീനയുടെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡും ആ ഡ്രസ്സിൻ്റെ ഷെയ്ഡും സെയിം ആണെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാ ഡ്രസ്സും ഞങ്ങൾ വെച്ചൊക്കെ നോക്കി അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ കാരണം പുറത്ത് നല്ല മഴയായിരുന്നു. ഞാൻ 2 വീലറും കൊണ്ടായിരുന്നല്ലോ പോയത്. അപ്പോൾ പിന്നെ എൻ്റെ 2 വീലർ കുറച്ച് അകലെയായിരുന്നു കേട്ടോ വെച്ചത്. അപ്പം മഴയായതുകൊണ്ട് ഒരു റെയിൻ കോട്ടേ ഉള്ളൂ. അലീന എൻ്റെ കൂടെ പോരുമെന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സെയിം ഡ്രസ്സ് തന്നെ ഞാൻ വെച്ച് നോക്കണേ കേട്ടോ. ആ ഡ്രസ്സ് ഒരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞങ്ങൾ എടുത്തൊന്നുമില്ല കേട്ടോ. അതിനെന്തോ 600 സംതിങ് ആയിരുന്നു കേട്ടോ റേറ്റ് വരുന്നത്. അതിൻ്റെ തന്നെ വേറെ കളർ ഷെയ്ഡാണ്. ഇതിൻ്റെ 3 കളറും കണ്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ. ബ്ലൂ, ഈ ബ്ലൂവും നമുക്ക് ആ മറ്റേ മെറൂൺ പോലത്തെ ഒരു കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് വെച്ചൊക്കെ നോക്കി. ജിറ്റീനയ്ക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായി. എനിക്കിതിൻ്റെ കളറ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഈ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബ്രൈറ്റായിട്ട് തോന്നും. പിന്നെ അലീന അപ്പോഴത്തേനും നെക്സ്റ്റ് എടുത്തിട്ട് വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ജസ്റ്റ് അലീനെ വെച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ഞാനും വെച്ച് നോക്കിയേക്കാന്ന് പറഞ്ഞ് വെച്ച് നോക്കിയതാട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും നല്ല മഴയാണ്. നല്ല മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. എന്താ വെള്ളമൊക്കെ ഒഴുകണം കേട്ടോ. മഴയായിരുന്നു. പിന്നെ നമ്മുടെ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് അവിടെ ബ്ലോക്ക് ഉണ്ട് കേട്ടോ. ഭയങ്കര കഷ്ടമാണ് ഇപ്പോൾ മൂവാറ്റുപുഴയ്ക്കുള്ള യാത്ര. ഞങ്ങൾ കുടയൊക്കെ എടുത്ത് പുറത്തിറങ്ങി നിൽക്കുമായിരുന്നേ. അപ്പോൾ നമ്മുടെ കടയിലെ സെക്യൂരിറ്റി ചേട്ടനുണ്ട് കേട്ടോ. ആ ചേട്ടൻ പറഞ്ഞു മക്കളെ ഇങ്ങോട്ട് കയറി നിന്നോളാൻ പറഞ്ഞു. ഞങ്ങൾ പിന്നെ ജസ്റ്റ് അങ്ങോട്ട് പറഞ്ഞതാലോ കയറി അങ്ങോട്ട് അവിടെ ഇരുന്നു. പിന്നെ കുറച്ച് മഴ മാറിയിട്ടാട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോഴത്തേനും ഞങ്ങൾ റെയിൻ കോട്ട് മേടിച്ചു. മഴ മാറുന്നുണ്ടായിരുന്നില്ല. ഒരു റെയിൻ കോട്ടോടെ മേടിച്ചു. അപ്പോൾ ജിത്തീനെ റെയിൻ കോട്ട് എടുത്തിട്ടോ. കണ്ടോ മഴ ഇതുവരെയായിട്ട് മാറില്ല. ഞങ്ങളൊരു 10-15 മിനിറ്റ് 20 മിനിറ്റിനടുത്ത് നമ്മളവിടെ പോസ്റ്റായിട്ട് അവിടെ ഇരുന്നു കേട്ടോ. ജിത്തീനെ ബസ് പോയോ? ഇവളുടെ കൂടെ പോകാൻ വേണ്ടി ഹെൽമെറ്റ് ഒക്കെ വെച്ച് നിൽക്കണതാ. പക്ഷെ മഴയില്ല. മൂവാറ്റുപുഴയിൽ പെട്ടിരിക്കും കേട്ടോ. നല്ല മഴയാണ്. എനിക്ക് റെയിൻ കോട്ട് ഉണ്ട്, പക്ഷെ ഇവൾമാർക്കില്ല. അതെ, എന്നെ പക്ഷെ അവളോട് മതി കൊണ്ടുവിടില്ല. ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേനും എൻ്റെ സൗണ്ടൊക്കെ മാറി തുടങ്ങിയായിരുന്നു കേട്ടോ. എൻ്റെ സൗണ്ട് അടയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല മഴയായിരുന്നത്. നമ്മൾ റെയിൻ കോട്ട് ഈ കളറാട്ടോ മേടിച്ചത്. ഞാനും ജിറ്റീനും സെയിം കളർ തന്നെ മേടിച്ചിട്ടോ. എനിക്കൊരു റെയിൻ കോട്ടിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. കാരണം അമ്മയ്ക്കൊക്കെ യൂസ് ചെയ്യാമല്ലോ. എൻ്റെ ഓർമ്മ ഉണ്ടായിരുന്നു കീറിപ്പോയായിരുന്നു കേട്ടോ. പിന്നെ ഞാനും അലീനയും തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കടാതിയിലുള്ളൊരു റീജൻസിയിലുണ്ടല്ലോ നമ്മളെപ്പോഴും കയറാറുള്ള അവിടെ കയറി അലീനയ്ക്ക് ഞാൻ ഒരു ഒണിയൻ പപ്സ് മേടിച്ചു കൊടുത്തു. അവൾക്ക് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടോ. പിന്നെ ഞാൻ നല്ലൊരു ചൂടൻ ബ്രൂ കോഫിയും കുടിച്ചേ. അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ഭയങ്കര ആശ്വാസമായിട്ടോ. എൻ്റെ ത്രോട്ടൊക്കെ ഒന്ന് ക്ലിയറായി. അപ്പോൾ സൗണ്ട് കുറച്ച് വന്നേ.
അപ്പം നല്ല മഴയായിരുന്നു പുറത്ത്. അപ്പം ആ ചൂടൻ ചായയോടെ കുടിച്ചപ്പോഴത്തേനും നല്ല സുഖമായിരുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.